സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആകാശത്ത് മഴമേഘം നിറഞ്ഞ അന്തരീക്ഷമാണ് ഇന്ന്. എങ്കിലും പോർട്ടിലെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് ഇന്ന്. ഇതാണ് MSC മിർജാം. അതിനു മുന്നിൽ MSC പറ്റ്നീർ. MSC മിയ പോയതിന് തൊട്ടു പിറകെ മറ്റ് ഫീഡർ ഷിപ്പുകൾ പുറംകടലിൽ ബർത്ത് ചെയ്യുന്നതിനായി വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ വന്ന വരവിൽ നേരെ തുറമുഖത്തേക്ക് ബർത്ത് ചെയ്യുകയായിരുന്നു MSC മിർജാം. 400 മീറ്റർ നീളവും 59 മീറ്റർ വീതിയും 19,500 TEU ശേഷിയുമുള്ള 2016 നിർമ്മിച്ച കപ്പലാണ് MSC മിർജാം. എക്സ്പ്രസ് കാവേരി അവിടെ തന്നെയുണ്ട്. മേഘാവൃതമാണെങ്കിലും അന്തരീക്ഷം കഴിഞ്ഞ ദിവസത്തിനേക്കാൾ ക്ലിയറാണ്. സൂക്ഷിച്ചു നോക്കിയാൽ എക്സ്പ്രസ് കാവേരി എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിനു മുൻപുള്ള ദിവസം ഇതായിരുന്നില്ല സ്ഥിതി. ഒരു നിഴൽ പോലെ എക്സ്പ്രസ് കാവേരിയെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അതായത് കപ്പലിനെ തന്നെ ഒരു നിഴൽ പോലെയെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. കപ്പലിലെ ക്രെയിനുകൾ കണ്ടോ? 3 എണ്ണമുണ്ട്. ചെറിയ തുറമുഖങ്ങളിൽ ഈ ക്രെയിനുകൾ ഉപയോഗിക്കും. പഴയ കപ്പലാണിത്. 2008 നിർമ്മിച്ചത്. 1577 TEU കപ്പാസിറ്റി, 172 മീറ്റർ നീളം, 28 മീറ്റർ വീതി. 2008 കപ്പലിൻ്റെ പേര് ഹാൻജിൻ നവശേവ. സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത കപ്പൽ. 2016 2020 വീണ്ടും പേര് മാറ്റിയിട്ടുണ്ട്. MSC മിർജാം തിങ്കളാഴ്ച വൈകുന്നേരം ബർത്ത് ചെയ്തതാണ്. ബുധനാഴ്ച രാത്രിയോടുകൂടി ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. 2 ദിവസത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തോതിൽ കണ്ടെയ്നർ കയറ്റിറക്ക് നടന്നിട്ടുണ്ട്. ജേഡ് സർവീസിന്റെ ഭാഗമായി വന്ന MSC മിയ 1.5 ദിവസമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനേക്കാൾ കൂടുതൽ കണ്ടെയ്നർ മൂവ്മെന്റ് ഉണ്ടായിരുന്നിരിക്കും മിർജാമിന്. മിർജാമിന്റെ ബ്രിഡ്ജ്, STS ക്രെയിനിന്റെ സ്പ്രെഡറിനൊപ്പം ബോവിലൂടെ സഞ്ചരിക്കുന്ന ക്യാബിൻ കണ്ടോ? ഇതിനുള്ളിൽ ആളുണ്ടോ എന്ന് വ്യക്തമല്ല. MSC പറ്റ്നീറും മിർജാമും തമ്മിലുള്ള സൈസ് വ്യത്യാസം കണ്ടോ? പോർട്ടിന്റെ പുലിമുട്ട്. ഇങ്ങനെ ക്യാമറയിലൂടെ നോക്കിയപ്പോൾ കണ്ട മറ്റൊരു കാഴ്ച. പുലിമുട്ടിനപ്പുറം അകലെയായി മറ്റൊരു കപ്പൽ നിഴൽ പോലെ. MSC എൽസയാണത്. ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ MSC കെയ്റോ എന്നൊരു കപ്പൽ വിഴിഞ്ഞം തീരത്ത് എത്താറായി. സൂയസ് കനാൽ കടന്നാണ് കെയ്റോ വന്നത്. വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ഇരുട്ട് മൂടിക്കിടക്കുന്നത് പോലെ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എത്ര വ്യക്തമായിരുന്നു. കടൽ വെള്ളത്തിനും നീലനിറം കുറവാണ്. മഴ പെയ്തു തുടങ്ങി. ആഴിമല ക്ഷേത്രത്തിന് പിന്നിൽ നിന്നുള്ള ദൃശ്യം. ഇപ്പോൾ 2 കപ്പലുകളെ കാണാം. വലുതായി കാണുന്നത് മുൻപ് കണ്ട MSC എൽസ തന്നെ. അതിനപ്പുറം കാണുന്നത് ട്രേഡർ എന്ന ഫീഡർ ഷിപ്പ്. ട്രേഡർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പ്രസ് കാവേരി.
അപ്പോഴാണ് വീണ്ടും ഒരു ദൃശ്യം കണ്ണിൽപ്പെട്ടത്. മറ്റൊരു കപ്പൽ അതാ വരുന്നു. MSC റിക്കു ആണത്. ഇപ്പോൾ തന്നെ പുറം കടലിൽ 4 കപ്പലായി. ഇനി MSC കെയ്റോ കൂടി വരുമ്പോൾ 5 കപ്പലുകൾ പുറംകടലിലും 2 കപ്പലുകൾ ബെർത്തിലും ഉണ്ടാവും. മൊത്തം 7 കപ്പലുകൾ. ഇത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. കേരളത്തിന്റെ വികസനത്തിന്, പ്രത്യേകിച്ച് തിരുവനന്തപുരവും പരിസര പ്രദേശവും പിന്നെ തമിഴ്നാടിന്റെ ചില പ്രദേശങ്ങളുടെയും വികസനത്തിന് ഒരു മുതൽക്കൂട്ടാണ് ഈ തുറമുഖം. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം റിക്കുവിന് പിന്നിലായി MSC കെയ്റോ നങ്കൂരമിട്ടു. എക്സ്പ്രസ് കാവേരിയിൽ കണ്ടെയ്നറുകളുണ്ട്. എന്നാൽ എൽസയിലും ട്രേഡറിലും കണ്ടെയ്നറുകൾ കുറവാണ്. MSC റിക്കുവിന്റെ കാഴ്ച വ്യക്തമല്ല. കണ്ടോ, എൽസയിലെയും ട്രേഡറിലെയും കണ്ടെയ്നറുകളുടെ എണ്ണം. രണ്ടിലെയും ക്രെയിനുകളുടെ ലെവലിനേക്കാളും വളരെ താഴെയാണ് കണ്ടെയ്നറുകളുടെ ലെവൽ. മഴ നിന്നപ്പോൾ പുറത്തു നിന്നെടുത്ത ദൃശ്യങ്ങൾ. എക്സ്പ്രസ് കാവേരി. റിക്കോ. എൽസ. പിന്നെ ട്രേഡർ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി ഞാൻ എത്തും വരേക്കും ഗുഡ് ബൈ.